ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തട്ടുകട സ്പെഷ്യൽ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള സ്വീറ്റ് ബോണ്ട റെസിപ്പി ആയിട്ടാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ സെയിം ജാറിലോട്ട് അര ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലയ്ക്ക് തൊലി കളഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 ഗ്ലാസ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തട്ടുകടയിലൊക്കെ കാണുന്ന പുറമേയൊക്കെ നല്ല മുരിഞ്ഞ ഉള്ളൊക്കെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ബോണ്ടയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോഴിതാ പാലും പഞ്ചസാരയൊക്കെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോഴേക്ക് റവയൊക്കെ നല്ലപോലെ ഒന്ന് കുതിർന്ന് കിട്ടും. ഇപ്പോഴിതാ 1/2 അവർ ആയിട്ടുണ്ട്. റവയൊക്കെ നല്ല പാകത്തിന് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് മൈദ ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കൈ വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചുകൂടി എടുക്കാം. നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് മാവ് കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മൈദ ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ കട്ടിയാവാൻ പാടില്ല, കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം. ഇനി ഇതൊരു 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ ഇതാ 1/2 അവറിന് ശേഷം മാവ് കണ്ടോ ഡബിൾ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. മാവ് കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കയ്യിലാക്കിയതിന് ശേഷം ഉരുട്ടിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കടായിൽ എണ്ണ ഒഴിച്ച് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴേ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ 2 സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള സ്വീറ്റ് ബോണ്ട റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇതുപോലെ മറ്റുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മുട്ടയോ പഴമോ അതുപോലെ അപ്പക്കാരോ ഒന്നും ചേർക്കാതെ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു സ്വീറ്റ് ബോണ്ട ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതല്ലേ. ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും. സൂപ്പർ ടേസ്റ്റിയാണ്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ പുറമേയൊക്കെ എന്തോരം ക്രിസ്പി ആയിട്ടേ ഇരിക്കുന്നത്. ഉള്ളൊക്കെ ആണെങ്കിലോ നല്ല പഞ്ഞിക്കെട്ട് പോലെയാണുള്ളത്. എല്ലാവർക്കും എൻ്റെ തട്ടുകട സ്റ്റൈൽ സ്വീറ്റ് ബോണ്ട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.